ജനനായകൻ വേഴ്സസ് സെൻസർ ബോർഡ്. ഈ ഒരു വാറ് നമ്മൾ കുറേ ദിവസമായിട്ട് കാണുന്നുണ്ട്. അതായത് സെൻസർ ബോർഡിന് ജനനായകൻ സിനിമയിൽ നിന്ന് കുറേ രംഗങ്ങൾ കട്ട് ചെയ്യണം, എന്നാലേ UA സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വൻ പ്രശ്നങ്ങളാണ് നടക്കുന്നത്. ഇപ്പോഴത്തെ കോടതിയിൽ വരെ ആ ഒരു പ്രശ്നം എത്തി. മദ്രാസ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം എന്തിനാണ് നിങ്ങളിങ്ങനെ സർട്ടിഫിക്കറ്റ് പിടിച്ച് വെച്ചിരിക്കുന്നത്, ജനനായകൻ ടീമിന് സർട്ടിഫിക്കറ്റ് കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞ് വിധി വന്നതായിരുന്നു. വിധി വന്ന് കുറച്ച് മണിക്കൂറായപ്പോഴേക്കും സെൻസർ ബോർഡ് അടുത്ത പണി തുടങ്ങി. സെൻസർ ബോർഡ് വീണ്ടും മറ്റൊരു കോടതിയിലേക്ക് അപ്പീൽ കൊടുത്തു. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഈ ഒരു സിനിമയ്ക്ക് നെഗറ്റീവായിട്ട് ബാധിക്കുന്നതാണ് ഈ ചെയ്യുന്ന ആൾക്കാർ വിചാരിക്കുന്നത്. എന്നാൽ ഇനി സിനിമയുടെ ബുക്കിംഗ് തുടങ്ങുമ്പോൾ ഡബിൾ ഇരട്ടി ഹൈപ്പിൽ ഈ ഒരു സിനിമ FT കളക്ഷൻ ഇടാനാണ് ചാൻസ്. കാരണം അവസാനമായിട്ട് ഏകദേശം 50 കോടിക്ക് അടുത്തൊക്കെ സിനിമയുടെ പ്രീസെയിൽ എത്തിയിരുന്നു. ഇനി എന്തായാലും ബുക്കിംഗ് തുടങ്ങുമ്പോൾ ഡബിൾ ഇരട്ടി പ്രീസെയിലൊക്കെ വരും. എന്തായാലും ഇനി ഫെബ്രുവരിയിൽ സിനിമയുടെ റിലീസ് പ്രതീക്ഷിച്ചാൽ മതി. അടുത്ത ഹിയറിങ് ഈ വരുന്ന 21-ാം തീയതിയോ മറ്റോ ആണ്. കുറച്ച് ദിവസം മുമ്പാണ് ടോക്സിക് സിനിമയുടെ ഒരു ഗ്ലിംസ് വന്നത്. യഷിൻ്റെ ബർത്ത്ഡേ ഗ്ലിംസ് ആയിരുന്നു അത്. കഴിഞ്ഞ കൊല്ലവും ജനുവരിയിൽ ഇതുപോലെ തന്നെ ഒരു ഗ്ലിംസ് വന്നിരുന്നു. അതേപോലെ സെയിം പാറ്റേൺ ആണ് ഈ ഒരു ഗ്ലിംസിലുള്ളത്. പിന്നെ യഷിൻ്റെ ക്യാരക്ടർ നെയിം റായ എന്നാണെന്ന് ഈ ഒരു ഗ്ലിംസിൽ തന്നെ കൺഫേം ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്ലിംസിനെ പറ്റി ഞാനൊന്നും പറയുന്നില്ല, അതൊക്കെ നിങ്ങൾ പോയി കണ്ടാൽ മതി. മിക്കവാറും ഈ ഒരു സിനിമയ്ക്ക് A സർട്ടിഫിക്കറ്റ് കിട്ടാനാണ് ചാൻസ്. ടീസറിന് ശേഷം ഈദ് മോഹൻദാസിന് നല്ലൊരു റോളാണ് വരുന്നത്. പിന്നെ ആ ഒരു ഇഷ്യൂ എന്താണെന്നൊക്കെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും ടോക്സിക്കിൻ്റെ ഈ ഒരു ഗ്ലിംസ് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും 200 മില്യണോളം വ്യൂസ് സ്വന്തമാക്കിയിട്ടുണ്ട്. അതുപോലെ 5.5 മില്യൺ ലൈക്സും. ഈ വർഷം മാർച്ച് 19-നാണ് ഈ ഒരു സിനിമ വരുന്നത്. നിവിൻ പോളിയുടെ സർവമായ സിനിമയുടെ ലേറ്റസ്റ്റ് കളക്ഷൻ 120 കോടിയാണ്. കേരളത്തിലെ സിനിമ 60 കോടിയോളം ആയിട്ടുണ്ട്. ഇനി വേൾഡ് വൈഡായി സിനിമ 150 കോടി രൂപ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. നിവിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ സിനിമയായിട്ട് സർവമായ സിനിമ മാറിയിട്ടുണ്ട്. നമ്മുടെ ദൃശ്യം 3യുടെ റൈറ്റ്സൊക്കെ വാങ്ങിയ പനോരമ സ്റ്റുഡിയോസ് നിവിൻ പോളിയെ വെച്ച് 2 സിനിമകൾ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. ഇതിലേക്ക് 100 കോടിയോളം രൂപ ഇവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ നിവിൻ പോളിയുടെ പോൾ ജൂനിയേഴ്സ് എന്ന പ്രൊഡക്ഷനും ഈ ഒരു സിനിമകളിൽ ഭാഗമാവുന്നുണ്ട്. ഇതിപ്പോൾ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ പഴയ ഒരു ഫിസിക്കും കൂടി മെയിൻറ്റെയിൻ ചെയ്താൽ കുറച്ചും കൂടി ചാമായിട്ടുള്ള നിവിൻ പോളിയെ നമുക്ക് തിരിച്ചു കിട്ടും. പ്രേമ സിനിമ തിയേറ്ററിൽ കാണാൻ വേണ്ടി എന്തും തള്ളി പോയ ആ ഒരു കാലം മറക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഫാൻ ബേസ് ഉണ്ടായിരുന്ന ഒരു താരമാണ്. നിവിൻ പോളി മെലിഞ്ഞിരിക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹത്തിനെ കാണാൻ ഭംഗി. ഇപ്പോൾ കുറച്ചൊക്കെ അദ്ദേഹം മെലിഞ്ഞിട്ടുണ്ട്. സർവമായ പോലെ വരാനിരിക്കുന്ന നിവിൻ പോളിയുടെ സിനിമകളും വമ്പൻ വിജയമായിട്ട് മാറട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ചത്താപ്പച്ച സിനിമയുടെ ഓഡിയോ ലോഞ്ച് ഈ വരുന്ന 15-ാം തീയതി നടത്താൻ ഒരുങ്ങുകയാണ്. 15-ാം തീയതി വൈകിട്ട് 6:30-നായിരിക്കും ഓഡിയോ ലോഞ്ച് നടക്കുന്നത്. കൊച്ചി ലുലുമാളിലായിരിക്കും ചത്തപ്പച്ചയുടെ ഓഡിയോ ലോഞ്ച് നടക്കുന്നത്. ആൻ്റണി പെപ്പയുടെ പുതിയ സിനിമയായ ഡിസ്കോയുടെ പോസ്റ്റർ വന്നിട്ടുണ്ട്. അർജുൻ അശോകൻ, ശ്രീനാഥ് വാസി, ചെമ്പൻ വിനോദ് എന്നിവരാണ് സിനിമയിലെ മറ്റ് താരങ്ങൾ. കാർത്തിയുടെ വാവാത്യാര് സിനിമ ജനുവരി 14-ന് തിയേറ്ററുകളിലേക്ക് എത്തും. ദിലീപിൻ്റെ D152 എന്ന സിനിമയ്ക്ക് ശേഷമുള്ള അടുത്ത പ്രൊജക്റ്റ് ഒരു കോർട്ട് റൂം ഡ്രാമ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. D152 സിനിമയുടെ ഷൂട്ടിംഗ് ജനുവരി 22-23 ആകുമ്പോഴേക്കും പാക്കപ്പ് ആവും.